ചൊവ്വാഴ്ചയായതുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി വന്നു. എല്ലാവരും അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ സാധാരണ അങ്ങനെ വരുന്ന ഒരു പൊതുജനങ്ങളെ സ്വീകരിക്കുന്ന ഒരു രീതി പാണക്കാടുണ്ട്. PV അൻവർ എത്തിയത് അങ്ങനെ ഒരു ചൊവ്വാഴ്ച ദിവസമാണ്, ഞാനിവിടെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് വന്നതാണ് എന്നാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറയുന്നത്. നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പയുണ്ട്. അഷ്കർ അലി കരിമ്പ, പറഞ്ഞതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? അരുൺ, അതിന് ഏറ്റവും പ്രത്യേകിച്ച് പറഞ്ഞത് 2026 UDF അധികാരത്തിലെത്തേണ്ടതുണ്ട്. അധികാരത്തിലെത്താൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിൽ UDF പല രാഷ്ട്രീയമായ തീരുമാനങ്ങളും എടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് PV അൻവറിനെ UDF എടുക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച ഘട്ടത്തിലാണ് അത്തരമൊരു നിലപാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്. സ്വാഭാവികമായും PV അൻവറിനെ കൂടെയൊക്കെ ചേർത്തുകൊണ്ട് UDF ശക്തിപ്പെടുത്തുക എന്നുള്ള നിലപാട് തന്നെയാണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു വെച്ചത്. കാരണം അദ്ദേഹം പലതവണ ആവർത്തിച്ച ഒരു വാചകം അത് തന്നെയാണ്, UDF ശക്തിപ്പെടുത്തുക എന്നുള്ള നിലപാടിലേക്ക് പോകും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും PV അൻവർ UDF എത്തുമെന്ന് തന്നെ അദ്ദേഹം പറയാതെ പറഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല PV അൻവർ മാത്രമല്ലല്ലോ, പലരും അത്തരത്തിൽ വന്ന് ശക്തിപ്പെടേണ്ടതില്ല എന്നുള്ളതായിരുന്നു സാദിഖ് അലി തങ്ങളുടെ മറു ചോദ്യം. അതിലും ഒരു രാഷ്ട്രീയ വായനയുണ്ട്. അൻവർ മാത്രമാണ്, ഇനി വേറെ ആരെങ്കിലുമൊക്കെ UDF എത്തുമോ എന്നുള്ളതും കാത്തിരും തന്നെ കാണണം. പ്രത്യേകിച്ച് അർജന്റ് അടക്കമുള്ള ഒരു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളും PV അൻവറും തമ്മിൽ ഏകദേശം 12 മിനിറ്റോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയാണ് നടത്തിയത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ പ്രതികരണം നടത്തിയത്. ഇനി PV അൻവർ കൂടി പുറത്തേക്കെത്തും. PV അൻവർ പറഞ്ഞു വെച്ചിരുന്നത് തനിക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കാൻ കൂടി വേണ്ടിയാണ് താൻ പാണക്കാട്ടേക്ക് എത്തുന്നത് എന്നതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിൽ UDF ഒരു പ്രവേശനം കൂടിയായി ആ സന്ദർശനം മാറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് UDF തന്നെ ഏറ്റവും പ്രബല കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ വീട്ടിലെത്തി കാണുന്നു എന്നുള്ളത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി വർഷങ്ങളായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം പുറംതിരിഞ്ഞ് വന്ന് പുറത്തേക്ക് വന്ന് സ്വന്തമായി സംഘടന ഉണ്ടാക്കുമ്പോൾ പോലും UDF പിന്തുണയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചർച്ചകളൊന്നും തന്നെ അൻവർ നടത്തിയിരുന്നില്ല. മാത്രമല്ല രാഷ്ട്രീയ നെക്സസിൻ്റെ ഭാഗമാണ് ലീഗും CPM കോൺഗ്രസും എല്ലാവരും BJP ഒക്കെ രാഷ്ട്രീയ നെക്സസിൻ്റെ ഭാഗമാണെന്നായിരുന്നു PV അൻവർ ആദ്യം പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ ആ ചോദ്യത്തിനൊക്കെ തന്നെ ആ രാഷ്ട്രീയ നെക്സസിൽ നിന്ന് കോൺഗ്രസിനെയും ലീഗിനെയും ഒക്കെ ഒഴിവാക്കി അത് CPM BJP തമ്മിലാണ് അത്തരത്തിൽ രാഷ്ട്രീയ നെക്സസ് എന്നായിരുന്നു അൻവർ പറഞ്ഞിരുന്ന രാഷ്ട്രീയം. അപ്പോൾ സ്വാഭാവികമായും എല്ലാ അർത്ഥത്തിലും UDF ചേക്കാനുള്ള തയ്യാറെടുപ്പ് PV അൻവർ നടത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ VD സതീശൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ ആ പ്രതികരണത്തിലും VD സതീശൻ്റെ ഒരു നിലപാട് മയപ്പെടുത്തലും നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ വൈകാതെ PV അൻവർ UDF ക്യാമ്പിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ആദ്യഘട്ടത്തിലുള്ള അല്ലെങ്കിൽ ആദ്യ കൂടിക്കാഴ്ച ഒരു UDF നേതാവുമായി PV അൻവർ നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയെ തന്നെ ആ മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളുമായുള്ള കൂടിക്കാഴ്ച കാണേണ്ടി വരും. അതിൽ ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുണ്ട്. അതിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാചകം 2026 അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം എന്നുള്ളതാണ്. നമ്മളുടെ ചോദ്യത്തിനുള്ള മറുപടിയായി പരോക്ഷമായി പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞിരിക്കുന്ന വാചകം അതാണ്. അതിൽ PV അൻവർ എത്തിയാൽ UDF കരുത്തു കൂടുമോ എന്ന ചോദ്യത്തിന് UDF കരുത്താക്കാൻ പറ്റുന്നത് എന്തും ചെയ്യണം, അത് 2026 അധികാരത്തിലേക്ക് എത്താൻ വേണ്ടുന്ന നിലയിൽ എന്ന മട്ടിലാണ് വിശദീകരണം. മാത്രവുമല്ല PV അൻവർ ഉയർത്തുന്ന വിഷയങ്ങളുടെ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഐക്യപ്പെടൽ ഇന്നിപ്പോൾ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ ഈ പ്രതികരണത്തിൽ നമുക്ക് വായിച്ചെടുക്കാനും സാധിക്കും. മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നിർദ്ദിഷ്ട വനനിയമ ഭേദഗതി, ഈ വിഷയത്തിൽ PV അൻവർ ഉയർത്തുന്ന വിഷയങ്ങളിൽ ഐക്യപ്പെടുക കൂടിയാണ് ഇപ്പോൾ ലീഗ് ചെയ്തിരിക്കുന്നത്. ആ അർത്ഥത്തിലൊരു രാഷ്ട്രീയ ഐക്യമുണ്ട് അവിടെ. തീർച്ചയായും. കാരണം സാദിഖ് അലി തങ്ങൾ പറഞ്ഞു വെച്ച അല്ലെങ്കിൽ PV അൻവറിന്റെ മുന്നേ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ കൂടുതൽ ചോദിച്ചിരുന്നതും. ആ ചോദ്യത്തിനൊക്കെ തന്നെ UDF ശക്തിപ്പെടുത്തണം, അതിനാവശ്യമായതെല്ലാം ചെയ്യും. UDF അടുത്ത തവണ ശക്തമായി തന്നെ നിലകൊണ്ട് 2026 അധികാരത്തിലെത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യം. കഴിഞ്ഞ 10 വർഷം UDF അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഇനി ഒരിക്കലും അത് സാധ്യമല്ല. അധികാരത്തിലേക്ക് തിരിച്ചെത്തുക തന്നെ വേണം. അതിന് UDF ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാവശ്യമായതെല്ലാം ചെയ്യും. അഥവാ PV അൻവറിനെ UDF എടുക്കുമ്പോൾ എന്നുള്ള ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് അതിനാവശ്യമായതെല്ലാം UDF ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ചെയ്യുമെന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നിലപാടെടുക്കുന്നത്. സ്വാഭാവികമായും അത് PV അൻവറിനെ കൂടി UDF ചേർത്തുകൊണ്ടുള്ള ശക്തിപ്പെടുത്തലാണ് ആ പ്രതികരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത്തരമൊരു മറുപടി തന്നെയാണ് സാദിഖ് അലി തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്ത്. ആദ്യഘട്ടത്തിൽ ചൊവ്വാഴ്ച ദിവസമാണ്, ഇവിടേക്ക് എല്ലാവരും അതിഥികളായി എത്തുന്ന ദിവസമാണ്. അത്തരത്തിലുള്ള വരവായിരിക്കാം PV അൻവർ നടത്തിയതെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞെങ്കിൽ പോലും അവസാനത്തിൽ അതിൻ്റെ രാഷ്ട്രീയം പറഞ്ഞത് ഇത് തന്നെയാണ്. UDF ശക്തിപ്പെടുത്താൻ വേണ്ടതെല്ലാം ചെയ്യും. ആ ശക്തിപ്പെടുത്തൽ PV അൻവർ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം. നേരത്തെ UDF മുസ്ലിം ലീഗ് സമ്മർദ്ദ ശക്തിയായി PV അൻവറിന് വേണ്ടി വാദിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പരസ്യമായി തന്നെ അത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നു എന്ന് കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ആദ്യഘട്ടത്തിൽ തന്നെ UDF നിന്ന് PV അൻവറുമായി ആശയവിനിമയം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയം UDF ചർച്ച ചെയ്യുമെന്ന് ആദ്യം പറഞ്ഞത് മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയാണ്. ഒരുപക്ഷെ VD സതീശൻ അടക്കമുള്ളവർ അതൃപ്തി പ്രകടിപ്പിക്കുമ്പോൾ പോലും
അത്തരം ഒരു പരസ്യ പ്രതികരണവുമായി പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ അതിനുശേഷം ആദ്യമായ ഒരു കൂടിക്കാഴ്ച UDF നേതാവുമായി PV അൻവർ നടത്തുന്നതും മുസ്ലിം ലീഗ് നേതാവുമായിട്ടാണ്. അത്